ഹലോ, നമ്മളങ്ങനെ പിന്നെയും വന്നിരിക്കുകയാണ് പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട്. എന്തിനാണ് നമ്മൾ മുമ്പത്തെ ലെറ്റ്സ് പ്ലേ സീരീസ് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പോകെ പറഞ്ഞുതരാം. ഇനി കമൻറ്റ് ബോക്സിൽ എന്നെ ഫുള്ള് തെറിവിളിയായിരിക്കും ഗൈസ്, എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ എനിക്ക് ആസ് എ ഒരു മൈൻക്രാഫ്റ്റ് കണ്ടൻറ് ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും വിമർശനം നേടുന്ന സംഭവമാണ് ഒരു സീരീസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് കൊണ്ടുപോകേണ്ടത് പകുതി എത്തുമ്പോൾ തന്നെ നിർത്തുന്നത് എനിക്ക് പണ്ടുള്ളതാണ്. ആൻഡ് ഇത് നമ്മൾ മാക്സിമം ശ്രമിക്കുക ഗൈസ്. ഇതെപ്പോൾ ചെയ്യുമ്പോഴില്ല, കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയിലും തുടക്കത്തിൽ ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം. കാരണം എൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. വേറൊന്നുമില്ല, എൻ്റെ നേരത്തെ വേൾഡ് ഡിലീറ്റ് ആയിപ്പോയി. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം തടിയും കാര്യം വെട്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ സീരീസ് ആയിട്ട് നമുക്ക് വില്ലേജ് ഇല്ലായിരുന്നു, പക്ഷേ നമുക്ക് വില്ലേജ് കിട്ടി. ഞാൻ വേണമെങ്കിൽ സീഡ് പറ്റുമോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ മറന്നില്ലെങ്കിൽ ഇത് ഇവിടെ ആയിട്ട് വരും. അല്ല, ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വരും ഗൈസ് നമ്മുടെ സീഡും കാര്യങ്ങളും. സ്പോൺ പോയിന്റും കാര്യങ്ങളും. പിന്നെ പറയുവാണെങ്കിൽ ഇത് 1.21.10 ആണ്. സോ ആ ഒരു വേർഷനിൽ കളിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. എന്തായാലും തുടക്കത്തിന് വില്ലേജ് കിട്ടിയിട്ടുണ്ട്. നൈസ്. ആൻഡ് ഡിസ്റ്റൻസ് കുറച്ചധികം കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ സീനില്ല. ആൻഡ് നമുക്കൊരു തടി വെട്ടാം. നമുക്ക് പെട്ടെന്ന് തന്നെ ചാടിപ്പോയി വില്ലേജ് ലൂട്ടണ്ട. നമുക്ക് പതുക്കെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇനി ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ സീരീസ് ഡിലീറ്റ് ആയി പോകാൻ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. വേറൊന്നുമില്ല, ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ഷെയ്ഡറും അതുപോലെ തന്നെ മോഡും കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ട് എനിക്ക് സിംഗിൾ പ്ലെയർ വേൾഡ് സെക്ഷനിൽ ഒരുപാട് വേൾഡ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സോ ഞാൻ ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചുമ്മാ എൻ്റെ ലെറ്റ്സ് പ്ലേയിലോട്ട് കയറാൻ നോക്കിയപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലായത്. ഒരുപാട് ചവർ വേൾഡ് നിറഞ്ഞ് ഇരിക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരുപാട് ചവർ വേൾഡൊക്കെ ഡിലീറ്റ് ആക്കുന്നത്. അങ്ങനെ ഡിലീറ്റ് ആക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മെയിൻ ഇതും ഡിലീറ്റ് ആയിപ്പോയി. സോ അതിനുശേഷം ഞാൻ കുറച്ച് നാൾ വീഡിയോസ് ഇട്ടില്ല. പിന്നെ എനിക്ക് മടിയായിരുന്നു പിന്നെ സീരീസ് തുടങ്ങാൻ. പക്ഷേ നമ്മൾ നെവർ ഗീവ് അപ്പ് എന്നൊരു വാക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ നെവർ ഗീവ് അപ്പ്. നമ്മൾ പിന്നെയും തുടങ്ങി. ഇത് മാക്സിമം എൻ്റെ കയ്യിൽ നിന്ന് പോകാണ്ടേ നോക്കാം. ഇനി ഞാൻ ഒരു കാര്യം പ്രതിജ്ഞ ചൊല്ലുവാണ്. ഇതെന്താ? ഓ ഗൈസ്, ഇത് സീഡ്. ഞാൻ വിചാരിച്ച കേവാന്നാ, പക്ഷെ ഇത് റെവീന. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പോൾ പറഞ്ഞതും ചെയ്യാം. ഈ റെവീനിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ഒരു കാര്യം പറയാണ്. ഇനി ഞാൻ എൻ്റെ വേൾഡിൽ കയറേണ്ട, അല്ലാണ്ട് ഞാൻ സിംഗിൾ പ്ലെയർ വേൾഡ് സെക്ഷനിൽ പോകത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിച്ച് വേൾഡ് ഡിലീറ്റ് ആകും. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് സ്റ്റോൺ ടൂൾസ് ആയിട്ട് ആ വില്ലേജ് ഒന്ന് പോയി കൂട്ടണം. സോ ഇവിടെ ഇപ്പം ഞാൻ എങ്ങനെ ഇറങ്ങും ഗൈസ്? എന്താണ്? ഇവിടെ തന്നെ ഇറങ്ങാം. ഇവിടെ അവർ തൊട്ടടുത്ത് വെള്ളമുണ്ട്, അതുകൊണ്ട് സീനില്ല. അതൊക്കെ നമുക്കൊരു പിക്കാക്സ് മാത്രം മതി. സോ അങ്ങനെ ഒരുപാട് വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അവസാനം കിട്ടിയ വേൾഡാണിത്. സോ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് തിരഞ്ഞെടുക്കാന്ന്. അവിടെ പോയിട്ട് കുറച്ച് ഹെയ്ബേൽസൊക്കെ ചുരണ്ടാനുള്ളതാണ്. സോ ഓക്കെ, ഇനി നമുക്കിവിടെ ഇതൊക്കെ ഒന്ന് ലൂട്ടണം. അതിപ്പോൾ ലൂട്ടുന്നില്ല, അതിനായിട്ട് നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡോ അല്ലെങ്കിൽ അത് ട്രൈ ചെയ്യാം. ഇപ്പം തന്നെ ഞാൻ ലൂട്ടി കൊളാക്കുന്നില്ല. ഇപ്പം നമുക്ക് പതുക്കെ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. എനിക്കതാണ് ഇഷ്ടം. ഓക്കെ, ഇനി നമുക്ക് അതെ അയ്യങ്കുളത്തിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഐശ്വര്യമായി നമ്മൾ അയ്യങ്കുളത്തിനെയും കണ്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. സോ ഇനി നമുക്ക് ഹലോ മച്ചാനെ, നീ നോക്കിക്കോ മച്ചാനെ, ഈ വേൾഡിനൊന്നും സംഭവിക്കത്തില്ല. നീയാണ് സത്യം. ഇവിടെ ഞാൻ വലിയൊരു കൊട്ടാരം സാമ്രാജ്യം കെട്ടിപ്പൊക്കും. ഫുള്ളായിട്ട് കയറിട്ടെങ്കിലും ഒന്ന് പോടേ. അയ്യങ്കുളത്തിന് ഭയങ്കര ധൃതി ഗൈസ്. എന്തെങ്കിലും രാത്രി ആവാറായി. സോ നമുക്ക് ഒരു ബെഡ് പൊട്ടിച്ചെടുക്കണം. മൊട്ടത്തല അവലെ പണിയെടുത്ത് ജീവിക്കടാ. ഇതുണ്ട്, ഇവനെ കണ്ടില്ലേ, ഫാർമർ. ഓ ഇതെന്താ ഇതിന്റെ പകുതി മുട്ട ബ്ലോക്കിലിടാ. ഓക്കെ, അപ്പോൾ നമ്മുടെ വെയിലിൻ്റെ ഫസ്റ്റത്തെ നൈറ്റാണിത്. നമ്മളങ്ങനെ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. എനിക്ക് ഒട്ടും ഞാൻ വിചാരിച്ചില്ല കേട്ടോ എനിക്ക് വില്ലേജ് കിട്ടുന്നത്. എനിക്ക് ഒട്ടും ലക്കില്ലാത്ത, പക്ഷെ എനിക്ക് ഫൈനലി കിട്ടി. സോ ഇനി ഇവിടെ കാണുന്ന ഹീബേൽസ് ഒറ്റെണ്ണം പോലും വെറുതെ വിടാണ്ട് നമുക്ക് കൊയിലെടുക്കാം. പിന്നെ ഇവിടെ കാണുന്ന വുഡ് നമുക്ക് മൈൻ ചെയ്യേണ്ട, കാരണം ഇവിടുത്തെ വുഡ് ഇവിടുത്തെ ഇതാണ് ഗൈസ് ഭംഗിയാണ്. സോ നമുക്ക് ഇനി വുഡ് എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ചും കൂടി ദൂരെ പോയിട്ട് മൈൻ ചെയ്യാം.
ഇനി ഇവിടെ നിന്നുള്ള ഭംഗിയൊന്നും കളയണ്ട. നമുക്ക് ഈ ബെഡ് ഫ്രഷ് ആയിട്ടുള്ള വൈറ്റ് ബെഡ് തന്നെ നമുക്ക് എടുക്കാം. സോ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതൊന്നും എടുക്കുന്നില്ല ഗൈസ്, ഇതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. ഇനി ഇതെടുത്ത് കുളം തോണ്ടണ്ട. അപ്പോൾ നല്ലൊരു വില്ലേജ് ആണിത്. നല്ലില്ല എന്ന് ഞാൻ പറയണില്ല, ബ്ലാക്ക് സ്മിത്തും കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പമില്ല. നമുക്ക് ബെഡും പിന്നെ ഹെയ്ബേൽസും കുറച്ച് കിട്ടി, അതിനുള്ള മതി. ഇതൊന്നും ഇവിടെ പരിപാടി, ഇതെന്ന് പറഞ്ഞാൽ നടക്കൂല കേട്ടോ, ഇത് നടക്കൂല. ഇവിടെ ഈ ഒരു വേൾഡിന് ഒരു ഓണർ ഉണ്ട്, മോനൂസ്മ പേര്. അവൻ കണ്ടാൽ നിങ്ങളെ പിടിക്കും, വെട്ടിക്കൊല്ലും. സോ ഇനി നമുക്ക് വേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു സ്പോട്ടാണ് തൽക്കാലം ബേസ് സെറ്റ് ചെയ്യാൻ. എനിക്ക് നോക്കണം ഗൈസ്, നോക്കട്ടെ. ഓ മലപ്രദേശം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു ബേസ് സെറ്റ് ചെയ്യാം. ഞാൻ ഫ്യൂച്ചറിലെ കാര്യങ്ങളെ പറ്റി ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഇവിടെ ബേസ് സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടൊരു പാലം, നല്ല രസം. ആ വില്ലേജായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാലം ഇങ്ങോട്ട്. എൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ഓരോ ഫാർമുകളൊക്കെ നിറച്ച് സെറ്റ് ചെയ്യായിരുന്നു. ഗൈസ് എൻ്റെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് വന്നിട്ടുണ്ട്. അതിന് നിങ്ങളുടെ മനസ്സിലും ഒരുപാട് ഐഡിയാസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങൾ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഐലൻഡ് അല്ല, ഈ ഒരു വില്ലേജിനെ പറ്റി എന്തെങ്കിലും ബിൽഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഇവിടെ തന്നെ ചെറിയൊരു ബേസ് തട്ടിക്കൂട്ടാം. സോ ഞാൻ ഇപ്പോൾ ഫർണസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഫർണസ് ഉണ്ടാക്കിയിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, കാരണം സ്മെൽറ്റ് ചെയ്യാനൊന്നുമില്ല. കുറച്ച് ബ്രെഡ് ക്രാഫ്റ്റ് ചെയ്യാം. നമ്മളങ്ങനെ കുറച്ച് ബ്രെഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കാണുന്ന മോപ്സിനെ നമ്മൾ കൊല്ലരുത്, കാരണം ഇവർ പിന്നെ ഇനി സ്പോൺ ആവേണ്ടുന്ന പ്രശ്നമാണ്. നമുക്കൊരു സെപ്പറേറ്റ് ഫാം സെറ്റ് ചെയ്യാനാണ് ഗൈസ്. കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ കാര്യം. എനിക്ക് കുറച്ച് കോള് ഇട്ട് വരുന്നെങ്കിൽ അത് കണ്ടിട്ട് ചെറിയൊരു കേവാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഞാൻ പറഞ്ഞു അതിന് ഇത് ചെറിയൊരു കേവാണ്. നമുക്കപ്പോൾ ഇപ്പുറത്തെ കയ്യിൽ ബ്രെഡ് വയ്ക്കാം, അത് കഴിക്കാൻ കുറച്ചുകൂടി ഈസിയാവും. സോ നമുക്കിനി ഒരു കോളും ഇടാണ്ട് എല്ലാ കോളും മൈൻഡ് ചെയ്യാം. ഓക്കെ, കോള് മൈൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ കാര്യം ശ്രദ്ധിക്കുന്നത്. ഇത് അത്യാവശ്യം കേവ് ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് കുറച്ച് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യാം. എന്നിട്ട് ഒന്ന് നോക്കട്ടെ പരിപാടി എന്താ, കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണമല്ലോ. വലിയ ഇതൊന്നും അല്ല. കുഴപ്പമില്ലെന്നല്ല, ചെറിയൊരു തട്ടിക്കൂട്ടായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ഫ്യൂച്ചർ ഡിസൈനൊക്കെ ചെയ്യാം. എന്തെങ്കിലും ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഓപ്പൺ ആവാത്തൊരു ഗെയിമാണ്. സോ ഇതെന്തായാലും നമുക്ക് മൈൻഡ് ചെയ്ത് എടുക്കണ്ട ഗൈസ്, ഈ കേവ് ഇരിക്കട്ടെ. എനിക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട്, എല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരും നിങ്ങളൊപ്പം. ഓക്കെ, നമുക്കിപ്പോൾ വുഡില്ല. സോ വുഡ് അവിടെ ഒരു വുഡ് ഞാൻ കാണുന്നുണ്ട്. സോ നമുക്ക് ആ വുഡ് പോയി ഒന്ന് മൈൻഡ് ചെയ്യാം. എനിക്കൊരു സാപ്ലിങ്സ് കിട്ടുമായിരുന്നെങ്കിൽ പ്ലീസ് ഗീവ് മീ 1 സാപ്ലിങ്സ്. ഫൈനൽ നമ്മളെല്ലാം മരവും വുഡും മൈൻഡ് ചെയ്തു. കുറച്ചുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സാപ്ലിങ്സ് ഒക്കെ തനിയെ വീണോളും. സോ അത് വീഴുമ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കി വെക്കാം ഗൈസ്. ചെസ്റ്റ് ഉണ്ടാക്കണം, ഡബിൾ ചെസ്റ്റ് തന്നെ ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. എന്തായാലും വുഡൊക്കെ ഉള്ളതല്ല, നമുക്കെന്നാൽ ഡബിൾ ചെസ്റ്റ് തന്നെ ക്രാഫ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം മുക്കി സെറ്റ്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഐറ്റംസൊക്കെ അങ്ങോട്ട് എടുത്ത് വയ്ക്കാം. നമുക്ക് ഈ പിക്കാക്സിന് കളയേണ്ട ഗൈസ്, ഇത് നമുക്ക് ഇവിടെ വെച്ചേക്കാം. ഇത് മാറ്റി വെച്ചേക്കാം ഗൈസ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഫസ്റ്റത് വുഡൻ പിക്കാക്സ് ആണ്. സോ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വുഡൻ പിക്കാക്സ് ഇവിടെ എടുത്ത് വെച്ചേക്കാം. സോ അതടിക്കട്ടെ. എന്താ പശുവും നോക്കുന്നേ? ഇനി കുറച്ച് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യണം, എന്നിട്ട് ലൈറ്റപ്പ് ചെയ്ത് വെക്കാനാണ്. ഓക്കെ, 12 ടോർച്ച് നമ്മൾ എന്തായാലും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം ഇതിൻ്റെ മൂട്ടിലും പിന്നെ കുറച്ച് ദൂരമായിട്ട് ഇവിടെ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് മോൺസ്കീസ് ഒന്നും സ്പോൺ ആവാണ്ടിരിക്കാനാണ്. നമുക്ക് വേണമെങ്കിൽ കോപ്പർ എടുക്കായിരുന്നു ഗൈസ്, പക്ഷേ ഈ കോപ്പർ ആർമറൊക്കെ ഉണ്ടാക്കണം എന്തിനാണ് ഗൈസ്. അതിപ്പോൾ കോപ്പർ ആർമറിൻ്റെ അപ്ഡേറ്റ് വന്നപ്പോഴാണ് അതിൻ്റെ ട്രെൻഡും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അതിൻ്റെ ട്രെൻഡൊക്കെ പോയി. ഇപ്പോൾ കോപ്പർ ആർമർ ഉണ്ടാക്കാൻ തോന്നുന്നില്ല. അതിന് നല്ലത് കുറച്ചും കൂടി മൈൻഡ് ചെയ്ത് ന്യായം കിട്ടും. അയൺ ആർമർ ഉണ്ടാക്കാനാണ്. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളിവിടെ ഫുൾ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കംപ്ലീറ്റ്ലി തൊട്ടടുത്തൊന്നും ഇനി സോംബീസ് ഒന്നും സ്പോണാണല്ലോ, ദൂരത്തുനിന്ന് ഇനി വരണ്ട് നോക്കിയാൽ മതി. അതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ അല്ല, അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു വെച്ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ മാക്സിമം ഈ ഒരു സീരീസെങ്കിലും ഫുള്ള് കണ്ട് പോകുക. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് തന്നെ ബൈ ബൈ.